പ്രൈസ് ദി ലോർഡ്. എല്ലാ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആകുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ കൂടാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുഡ് ഫ്രൈഡേ മനുഷ്യ ജാതിയുടെ ഇടയ്ക്ക് നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തു ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഒരു കാര്യമാണ് നമ്മുടെ ഈ ഇന്നത്തെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. നമ്മുടെ യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ നമ്മുടെ ഈ ലോകത്തിനെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏകനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് വിട്ടു. ആരൊക്കെ അദ്ദേഹത്തിനെ കണ്ട് വിശ്വസിക്കുന്നു അവനെല്ലാം ഇറ്റർണൽ ലൈഫ് അല്ലെങ്കിൽ അനന്ത ജീവിതം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. പാപത്തിൻ്റെ നിന്ന് നമുക്ക് വിടുതൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗുഡ് ഫ്രൈഡേ ഉണ്ടാക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. പാപത്തിന് നമുക്ക് നമ്മളെ ഉണ്ടല്ലോ, നമ്മൾ പാപത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ക്രൂശിൽ കയറ്റുന്നതും ആ പാപത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റൈച്ചസ്നെസ്സിനെ ആയിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ട് അത് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെയും ക്ഷമയുടെയും ഒരു സന്ദേശമാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത്. ലൂക്കായുടെ പുസ്തകം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നത്, പിതാവേ ഇവനോട് ക്ഷമിക്കണമേ, ഇവരുടെ അറിഞ്ഞുകൂടാ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ആ കഠിനമായ പീഡനത്തിൻ്റെ സമയത്തും യേശു ക്രിസ്തു ശത്രുക്കളെയും ക്ഷമിക്കുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന നമ്മളെ, അത് നമ്മൾ വലിയൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ്. യഹോവയുടെ പദ്ധതികളുടെ പൂർത്തീകരണമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. യെശയ്യായുടെ പുസ്തകത്തിൽ 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താണോ പറഞ്ഞിരുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി, അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നമുക്ക് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ദുഃഖത്തിൻ്റെ വലിയൊരു അനുഭവമാണെങ്കിൽ തന്നെയും അതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ മനുഷ്യരുടെ പാപത്തിൽ നിന്ന് നമ്മളെ മുക്തരാക്കുന്ന ഒരു വഴി നമുക്ക് തെളിയിച്ചു തരുവാണ്. അതുപോലെ യഹോവയുടെ സ്നേഹത്തിനെ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാൽവേഷൻ്റെ ഒരു വഴി നമുക്ക് തുറന്നു തരുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു ദിവസമാണ് നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ പേര് തന്നെ ഗുഡ് ഫ്രൈഡേ എന്ന് മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഗുഡ് ഫ്രൈഡേ നമ്മൾ എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും ക്ഷമയുടെയും സാൽവേഷൻ്റെയും ആയിട്ടുള്ള 4 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് അത് ഗുഡ് ഫ്രൈഡേ ആയി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ ആയി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർ നമ്മൾ താഴ്മയും സ്നേഹവുമാണ് ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് യേശുവിൻ്റെ ബലിദാനത്തിനെ പറ്റിയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. യേശു എൻ്റെ ഈ സമയങ്ങളിൽ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഈ അവസരത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിവരണങ്ങൾ നമ്മളൊന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വ്യാഴാഴ്ച രാത്രിയിൽ അവർ പിടിച്ചുകൊണ്ട് പോവുകയും ആ സമയത്ത് പാസോവർ അല്ലെങ്കിൽ പെസഹ പെരുന്നാൾ ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 47-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിനെ വലിയൊരു ആൾക്കൂട്ടം വന്ന്, യാചകന്മാരും വന്ന്, എൻ്റെ സേവകനും വന്നിട്ട്, അതോടൊപ്പം തന്നെ റോമി പടയാളികളും വലിയ വാളും വട്ടവും കണ്ടൊക്കെ വന്നിട്ടാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10 മണി തൊട്ട് 12 മണിക്കിടയ്ക്കാണ് പിടിച്ചോണ്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 53-ൽ നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നത്, അവിടെ ഇദ്ദേഹത്തിനെ പിടിച്ചോണ്ട് പോകുന്നത് ഒരു അന്ധകാര സമയത്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യേശുവിനെ ഗത്സമനിയുടെ ഉദ്യാനത്തിൽ നിന്നാണ് പിടിച്ചോണ്ട് പോകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജൂദാ ഇസ്കറിയോത്തോസും യാചകൻ്റെ പരീക്ഷയുടെയും സേവകന്മാരും അതോടൊപ്പം റോമി പടയാളങ്ങളുടെ ഒരു സംഘവും അങ്ങോട്ട് ചേർന്നാണ് പിടിച്ചോട് പോകുന്നത്. യോഹന്നാൻ 18:3
നമുക്ക് അതുപോലെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ രാത്രി 10-നും 12-ക്കും ഇടയ്ക്ക് നമ്മൾ പിടിച്ചോടെ പോയ ഈ യേശുക്രിസ്തുവിനെ യഹൂദ ഇസ്കറിയോത്തോസ് കയ്യിൽ ചുംബനം ചെയ്ത് ഗുരു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ പിടിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 48-49 വായിക്കുമ്പോൾ നമുക്കത് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത്, ഈ വ്യാഴാഴ്ച രാത്രി 10-നും 12-നും ഇടയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം കൊണ്ടുപോകുന്ന ഹന്ന എന്ന് പറയുന്ന പഴയ ഒരു മഹായാജകൻ്റെ അടുത്താണ് കൊണ്ടുപോകുന്നത്. അതായത് യോഹന്നായുടെ പുസ്തകം 18-ാം അധ്യായം നമുക്ക് ഈ 13-ാം വാക്യത്തിൽ നമുക്ക് പ്രാരംഭികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം നമുക്ക് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച നേരം പരാന്ന് വെളുത്തപ്പോൾ കേഫായുടെ അടുത്ത് ആണ് അവിടെ കൊണ്ടുപോകുന്നത്. ഈ കയ്യപ്പായുടെ അടുത്ത് കൊണ്ടുവന്ന 26-ാം വാക്യത്തിൽ 57-68 നമുക്കിത് കാണുമ്പോൾ അവിടെ കള്ളസാക്ഷ്യങ്ങൾ കൊടുക്കുന്നു. അദ്ദേഹത്തിനെ ദൈവിക നിന്ദിക്കുന്നവനാക്കി തീർത്ത് അദ്ദേഹത്തിന് അവരുടെ ആരോപണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ പരാന്ന് വെളുത്തപ്പോൾ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കായിട്ട് അദ്ദേഹത്തിനെ യഹൂദന്മാരുടെ വലിയൊരു മഹാസഭ ഉണ്ട്, സെനഡ്രിൻ എന്ന് പറയുന്ന, അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ പരീക്ഷണം ചെയ്യുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കി അദ്ദേഹത്തിനെ മരണശിക്ഷയ്ക്ക് യോഗ്യനാക്കി തീർക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പീലാത്തോസിൻ്റെ അടുത്ത് രാവിലെ 6-നും 7-നും ഇടയ്ക്ക് കൊണ്ടുവന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 66 തൊട്ട് 71 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ഈ പീലാത്തോസ് യോഹന്നായുടെ പുസ്തകം 18-ാം അധ്യായത്തിലും 28 തൊട്ട് 38 വരെയും നമ്മൾ കാണാൻ സാധിക്കുന്ന ഈ കാര്യം യോഹന്നായുടെ പുസ്തകത്തിലും. പീലാത്തോസ് റോമി ഒരു ഗവർണറായിരുന്നു. അവിടെ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിനെ കാണുമ്പോൾ അത് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പീലാത്തോസ് അതിൽ ദോഷമുക്തനാക്കി വിടുന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ ഹെരോദാസ് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 6 തൊട്ട് 12 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ അദ്ദേഹത്തിനെ പരിഹസിക്കുകയും പീലാത്തോസിൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് അദ്ദേഹത്തിനെ പരിഹസിച്ച് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും രാവിലെ 7 തൊട്ട് 8-ന് ഇടയ്ക്ക് പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ പീലാത്തോസിൻ്റെ അടുത്ത ആൾക്കാർ അലറിക്കൊണ്ട് പറഞ്ഞു ക്രൂശിക്കുക എന്ന് പറഞ്ഞു പോയപ്പോൾ പീലാത്തോസ് നിർബന്ധമായിട്ട് അദ്ദേഹത്തിനെ ക്രൂശിക്കാനായിട്ട് പറഞ്ഞു വിടേണ്ടി ഗതിയുടെ വന്നു. അങ്ങനെ അദ്ദേഹത്തിനെ ചാട്ടവാറ കൊണ്ട് അടിക്കുകയും അവരെ തുപ്പുകയും തലയിൽ കിരീടം വയ്ക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിനെ വെള്ളിയാഴ്ച അദ്ദേഹത്തിനെ ഗോകുൽത്ത പർവ്വതത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ ക്രൂശിക്കൊണ്ടുപോയി അദ്ദേഹത്തിനെ തറയ്ക്കുന്നു. അങ്ങനെ ആ ഒരു സീനാണ് നമുക്ക് ലൂക്കാസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 26-ലും 23-ാം അധ്യായത്തിൽ 26-ാം വേർഡ്സിൽ വായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ക്രൂശിൽ കയറ്റിയതിന് ശേഷം മർക്കോസിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 25-ൽ നമുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിനെ മൂന്നാമത്തെ ഒരു ഇതിൽ നമ്മൾ ചടങ്ങിൽ നോക്കുമ്പോൾ ഏകദേശം 9 മണിയാകുമ്പോൾ അതേ ക്രൂസിൽ അദ്ദേഹത്തിനെ കയറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം 12-നും 3 മണിക്കും ഇടയ്ക്ക് അവിടെ വെച്ച് നമ്മൾ കാണാൻ സാധിക്കുന്ന പകൽ സമയത്ത് അന്ധകാരമായിത്തീരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-ാം വാക്യത്തിൽ കാണുന്ന ഏകദേശം 3 മണിയായപ്പോൾ അദ്ദേഹത്തിന് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടല്ലോ ജോസഫ് അർമത്യ വന്നിട്ട് അദ്ദേഹത്തിനെ ശവക്കോട്ടയിൽ കല്ലറയെ കൊണ്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രൂശിൽ ദ്രോഹൻ കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞ 7 വാക്യങ്ങളുണ്ട്. എൻ്റെ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34 പറയുന്നത്. അപ്പോൾ ഈ മരണത്തിൽ കിടക്കുന്ന സമയത്തും
മറ്റുള്ള ശത്രുക്കളെ ശ്രമിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതാണ് നമുക്കത് തന്നെ അനുകരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ അദ്ദേഹം വീണ്ടും ഒരു കള്ളന് പരിഹസിക്കുമ്പോൾ മറ്റൊരു കള്ളൻ അദ്ദേഹത്തിന് ദൈവപുത്രനായിട്ട് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ യേശു ക്രിസ്തു പറയുന്നു, നീ എൻ്റെ കൂടെ ഇന്ന് സ്വർഗ്ഗലോകത്തിൽ നീ വന്ന് കാണും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പശ്ചാത്തപിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാൽവേഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു ഒരു മകനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറയുന്നു, നിൻ്റെ സ്ത്രീയെ ഇത് നോക്ക്, നീ നിൻ്റെ മകനാണ്, ഈ മകനെ നിന്നെ പരിചരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ മകനെ യോഹന്നായുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് കാണുന്ന ഇപ്പോൾ യഹോവയോട് പറയുന്നു, യഹോവയെ നീ എന്നെ എന്തുകൊണ്ട് വിട്ടു അങ്ങനെ മത്തായിയുടെ സുവിശേഷം 27:46 വാക്യത്തിൽ നമുക്കത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാപത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ഭാരം കൊണ്ട് അദ്ദേഹത്തിന് യഹോവ ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് ആയിട്ട് ബന്ധം വിച്ഛേദം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനു കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ദാഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചൊറുക്കാവെള്ളം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്തതായിട്ട് അദ്ദേഹം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇറ്റ്സ് ഫിനിഷ്, ഇത് മൊത്തം പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. അത് അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പാപത്തിന് വേണ്ടി അദ്ദേഹം ബലിദാനം ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ സാൽവേഷൻ്റെ കാര്യം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അവിടെ പറയപ്പെടുന്നത്. അവസാനമായിട്ട് 7ാമത്തെ വാക്യം അദ്ദേഹത്തിന് പറയുന്നത്, എൻ്റെ പിതാവെ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം 23:46 വാക്യത്തിൽ യേശു ക്രിസ്തു യഹോവയിലേക്ക് പൂർണ്ണ വിശ്വാസവും സമർപ്പണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ രീതിയിൽ മരിക്കുന്ന വരെ നമ്മൾ പൂർണ്ണ സമർപ്പണം വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ കാണുന്ന എന്താണ് ആത്മീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഗത്സമനിയിൽ പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു യഹോവയുടെ ആഗ്രഹത്തിന് അനുസരിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു യേശു ക്രിസ്തു ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് യഹൂദ ഇസ്കറിയോത്തോസ് വിശ്വാസവഞ്ചന ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കൊതി കൊണ്ട്, ഗ്രീഡിനെസ് കൊണ്ട് അദ്ദേഹം പാപത്തിലേക്ക് വീണുപോയി. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സമയത്ത് നമ്മൾ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാശുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ പല രീതിയിലുള്ള പാപങ്ങളിൽ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ഒരാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് ഒരു പാഠമായി കഴിയട്ടെ. അന്യായമായ ഒരു ഹിയറിങ് നടത്തി അവിടെ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഈ ലോകം മൊത്തം അന്യായമായ ജീവിതത്തിൽ കൂടിയാണ് പോകുന്നത്. ഈ വ്യവസ്ഥ ഇതുപോലാണ് പോകുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അന്യായമായ ഒരു ഹിയറിങ് നടത്തി അദ്ദേഹത്തിനെ കുറ്റാരോപണം ചുമത്തുക, അതുപോലെ തലയിലൊരു കിരീടം വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെ ഒരു നാണം കെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പാപത്തിനെ തലയെ കെട്ടിവെച്ച് അദ്ദേഹത്തിനെ നാണം കെടുത്തുക എന്നുള്ളതാണ്. അദ്ദേഹം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരുടെയും ബലിദാനത്തിന് വേണ്ടി അദ്ദേഹം നമ്മുടെ പാപത്തിൻ്റെ ക്രൂശ് പൊക്കിക്കൊണ്ട് നടന്നു. ഒരു ത്യാഗത്തിൻ്റെ കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ക്രൂശിൻ്റെ മേളിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നമുക്ക് വേണ്ടി അദ്ദേഹം പാപത്തിൽ നിന്ന് വില നമുക്ക് തരുമായിരുന്നു. ചെയ്ത് ആ വില നമുക്ക് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ വില വീട്ടുക ചെയ്തത്. അങ്ങനെ ആ ക്രൂശിന് മേൽ കയറിയത് അന്ധകാരമായിട്ട് 12 മണി തൊട്ട് 3 മണിക്കിടയ്ക്ക് അന്ധകാരമായപ്പോൾ ഇപ്പോൾ യഹോവയുടെ ന്യായം അവിടെ വെച്ച് വിധിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ പറയുന്ന പാപത്തിൻ്റെ ന്യായം അവിടെ വെച്ച് നടപ്പിലായി. അങ്ങനെ മരണത്തിലേക്ക് അദ്ദേഹം കയറിക്കഴിഞ്ഞപ്പോൾ ആ പിശാചിക ശക്തികൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചത് അതിൽ കൂടി അദ്ദേഹം വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂശാരോഹണത്തിൽ കൂടെ രക്തം വാർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓരോ പാപങ്ങളും അവിടെ വെച്ച് കഴുകപ്പെട്ടുകയും
അതോടൊപ്പം തന്നെ അദ്ദേഹം പിശാചികളെ ശക്തികളെ തോൽപ്പിക്കുകയും ചെയ്തു എന്നാണ് നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കല്ലറകളിൽ കൊണ്ടുവന്ന് അടക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുനരുത്ഥാനത്തിലേക്ക് അദ്ദേഹം വീണ്ടും തയ്യാറെടുപ്പോടുകൂടി അയാൾ വരുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ യേശുക്രിസ്തുവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? 39 ചാട്ടവാറുകൾ അടിച്ചു എന്നാണെന്ന് അന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഡ്യൂട്ടോട്ടോണമി പുസ്തകത്തിൽ 25-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. നമ്മുടെ പഴയ നിയമത്തിനുമായിട്ട് നമുക്കിതുമായിട്ട് വളരെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പാസ് ഓവർ സമയത്ത്, അതായത് നമ്മുടെ എക്സോഡസ് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇസ്രായേലികളെ നിർദോഷമായ ഒരു, അതായത് നിഷ്കളങ്കമായ ഒരു ആടിനെ കൊണ്ടുവന്നിട്ടാണ് ബലിയർപ്പിച്ചിട്ടാണ് അതിൻ്റെ രക്തം കൊണ്ടാണ് അതുവർ ഈ പാപത്തിനെ കഴുകുന്നത്. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു ഈ യഹോവയുടെ മകനായിട്ട് ഇവിടെ വന്ന് നിഷ്കളങ്കനായിട്ടുള്ള ഒരു ആട് മാതിരി അന്ന് അദ്ദേഹം ബലിയർപ്പിച്ച് രക്തം പാർന്ന് അദ്ദേഹം അങ്ങനെയാണ് നമ്മളെ ഇന്ന് ഈ പറയുന്ന നമ്മുടെ പാപത്തിനെ കഴിയിരിക്കുന്നത്. അതുപോലെ പിച്ചള സാർപ്പത്തെ മോശ എടുത്ത് കാണിക്കുമ്പോൾ പല പാപം ചെയ്തിട്ടുള്ളവരെല്ലാം രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ യേശുക്രിസ്തു ഉയർത്തപ്പെട്ടപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളും അതിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആരൊക്കെ വിശ്വസിക്കുന്നോ അവരെല്ലാം രക്ഷപ്പെടും. അതാണ് അതിൽ കാണാൻ പറയുന്നത്. ഇസാക്കിൻ്റെ ബലിദാനം നമ്മൾ കാണുമ്പോൾ അബ്രഹാമിൻ്റെ ഏകപുത്രനെ ദൈവം പറഞ്ഞ പ്രകാരം കൊണ്ടുപോയി ബലിയർപ്പിക്കാനായിട്ട് പോയി അവസാനം അവിടെ വെച്ച് ആ ഒരു ആട്ടുകുട്ടിയെ കിട്ടുന്നു, അതിനെ ബലിയർപ്പിച്ചു പോയതു. പക്ഷേ ഇവിടെ യഹോവയുടെ ഏകനായ പുത്രനെ യേശുവിനെ ഇവിടെ വെച്ച് ബലിയർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രായശ്ചിത്തത്തിൻ്റെ ദിവസം നമ്മൾ ലെവിയ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആടിനെ ബലിയർപ്പിച്ച് വയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ പ്രായശ്ചിത്തത്തിന് വേണ്ടി അതിൻ്റെ തലയിൽ അതിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെ എഴുതി വെച്ചിട്ട് വനത്തിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തലയിലും കിരീടം വെച്ച്, പാപത്തിൻ്റെ അപമാനത്തിൻ്റെ കിരീടം വെച്ചിട്ട് അദ്ദേഹത്തിനെ ക്രൂശാരോഹണത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ബലിയർപ്പിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ കൂടി നമുക്ക് നമ്മളെ പഴയ നിയമത്തിൽ കൂടെ നമ്മൾ എന്താണ് നമ്മളിതിൽ മനസ്സിലാക്കുന്നത്? ദുഃഖം നമ്മൾ ദുഃഖിതരായിരിക്കുന്ന നമ്മുടെ ഓരോ നമ്മുടെ ദുഃഖത്തിനെ വഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സേവകനായിട്ട് നമുക്ക് യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കും. അങ്ങനെ യെശയ്യായുടെ പുസ്തകം 53-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ദുഃഖത്തിൻ്റെ ക്രൂശ് വഹിക്കുന്നതായിട്ട് നമുക്ക് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത് അന്ന് യെശയ്യാ പ്രവാചകന് അതുപോലെ കയ്യിലും കാലിലും ആണി ഇറക്കുന്ന കാര്യങ്ങളും അതേവിടെ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ സങ്കീർത്തനം 22-16 അധ്യായം 16 പഠിക്കുക. അത് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ആണി ഇറച്ചിയപ്പോൾ അത് പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ചീട്ടിടുന്ന റോമി പടയാളികൾ ഇടുന്ന നമുക്ക് കാണുന്നുണ്ട്. സങ്കീർത്തനം 22:18 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണവും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നമുക്ക് ഇവിടെ ഈ വസ്ത്രം കീറി ചീട്ടിടുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കടുപ്പുള്ള വെള്ളം കുടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് സങ്കീർത്തനം 69:21 നമ്മൾ കാണുന്നു. അത് യേശുക്രിസ്തുവിനെ അങ്ങനെ കടുപ്പുള്ള വെള്ളം കുടിപ്പിച്ച് അത് പൂർത്തീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൈ എല്ലുകൾ ഒടിക്കാന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് നമ്മുടെ എക്സോഡസ് പുസ്തകത്തിൽ 12:46 പറയുന്നുണ്ട്. അതായത് പാസ് ഓവറിൽ നടക്കുന്ന ആടിൻ്റെ എല്ലുകൾ ഒടിക്കാതെ നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ എല്ല് ഒടിക്കാതാണ് ഇവിടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. 30 വെള്ളിക്കാശിന് നമ്മൾ ജൂദാ ഇസ്കറിയോത്ത് നമ്മൾ യേശുക്രിസ്തുവിനെ വിറ്റു, അതുപോലെ വഞ്ചന ചെയ്ത് എന്ന് പറയുന്നത് നമ്മുടെ സക്കറിയയുടെ പുസ്തകം ഈ 11-ാം അധ്യായം 12-13 നമുക്ക് കാണുന്നുണ്ട്. ഈ 30 വെള്ളിക്കാശ് കൊണ്ട് അവിടെ ആടിനെ മേടിക്കുന്നതും അതിനെ വിൽക്കുന്നതും നമുക്കതവിടെ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ ഒരു ഷേഡോ ആണെങ്കിൽ പുതിയ നിയമം നമ്മുടെ ഫുൾഫിൽമെൻ്റാണ്. അത് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ജീവിതമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ബലിദാനം കണ്ട് നമുക്ക്
ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ വച്ച് നമുക്ക് മരണപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നാം കാണുന്നത്. പഴയ നിയമത്തിൽ ഒരു തുടക്കമാണെങ്കിൽ പുതിയ നിയമം ഒരു ഫുൾഫിൽമെൻ്റ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതനുസരിച്ച് നമ്മൾ ഈ നടന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ ഗുഡ് ഫ്രൈഡേ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, എൻ്റെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾക്ക് പാപത്തിന് വേണ്ടി ഞങ്ങളുടെ ക്രൂശിൽ ബലിദാനപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ഈ വിധത്തിലാകുന്നു. ഞങ്ങളുടെ യഹോവേ, മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ പാപത്തിൽ കൂടെ ജീവിക്കുന്ന ഞങ്ങളെ പാപത്തിൻ്റെ നിന്ന് ഞങ്ങളെ ശുദ്ധരാക്കി തരുവാൻ അവസരം തരണേ പിതാവേ. ഞങ്ങൾ ക്രൂശാരോഹണത്തിൽ യഥാർത്ഥ മാർഗത്തിൽ കൂടെ ഞങ്ങൾ നടന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെ ഞങ്ങളെ ശക്തീകരിച്ച് തരണമേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് യേശു ക്രിസ്തുവിൻ്റെ അനുകരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. യേശുവിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളർത്തിയെടുക്കുവാനായിട്ട് അതിൻ്റെ അറിവും ബുദ്ധിയും ഞങ്ങൾക്ക് വരുവാനായിട്ട് നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടി യേശുനാശ്രയുടെ നാമത്തിൽ ഞങ്ങൾ താണുവീട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഗുഡ് ഫ്രൈഡേ ഞങ്ങൾക്കെല്ലാം പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.